ഇതിനാണ് 3 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഹൈവേ ഡ്രൈവിംഗ് നമ്മളെപ്പോഴും 3 സെക്കൻഡിന് ഉറക്കം വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണയായി ഇത്തരം ഒരവസ്ഥയെ വിളിക്കുന്നത് ഹൈവേ ഹിപ്നോസിസ് എന്നാണ് പറയുന്നത്. ഹായ്, ഞാൻ സാജു. നമ്മുടെ ചാനൽ സാജു ആൻഡ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് ഹൈവേ ഡ്രൈവിംഗ് ആണ്. സാധാരണ ഡ്രൈവിംഗ് പഠിക്കുന്ന നാട്ടിൻപുറത്തെ റോഡുകളിൽ അല്ലെങ്കിൽ ചെറിയ സാധാരണ റോഡുകളിലൊക്കെ ആയിരിക്കാം. എന്നാൽ ഒരു ഡ്രൈവിംഗ് പഠിച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മളുടെ ആഗ്രഹമാണ് ഒരു ഹൈ സ്പീഡ് ഡ്രൈവിംഗ്, ഒരു ഹൈവേ ഡ്രൈവിംഗ് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല വെക്കേഷൻ കിട്ടുമ്പോൾ, ഒരു ഹൈവേ ഡ്രൈവിംഗിന് ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഹൈവേ ഡ്രൈവിംഗ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ഡ്രൈവിംഗ് പഠിച്ച് തുടങ്ങിയവർക്കും അതുപോലെ തന്നെ എക്സ്പേർട്ട് ഡ്രൈവേഴ്സിനും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈവേ ഡ്രൈവിങ്ങിനെ പറ്റി പറയുമ്പോൾ ആദ്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പീഡ്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക സ്പീഡിൽ ഓടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് ഹൈവേ ഡ്രൈവിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്പീഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ സ്പീഡ് ലിമിറ്റ്. പല ഹൈവേയിലും സ്പീഡ് ലിമിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അത് വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷമാണ് ഹൈവേയിൽ സ്പീഡ് ലിമിറ്റ് അവർ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 10 കിലോമീറ്റർ സ്പീഡ് പ്ലസ് ഓർ മൈനസ് നമുക്ക് ഓടിക്കാം. എന്നാലും അധികം ഡിഫറൻസ് വന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ സേഫ്റ്റിക്ക് പറ്റിയ ഡ്രൈവിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഹൈവേ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ആ ഹൈവേയിൽ നിഷ്കർഷിച്ചിരിക്കുന്ന സ്പീഡ് എത്രയാണോ ആ സ്പീഡിൽ ചേർന്ന് ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൈവേയിൽ 2 തരം ട്രാക്സ് ഉണ്ടാവും, സ്പീഡ് ട്രാക്കും സ്ലോ ട്രാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡ് ട്രാക്ക് യൂസ് ചെയ്യുന്നത് മാക്സിമം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ സ്പീഡ് ട്രാക്ക് യൂസ് ചെയ്യാവുള്ളൂ. മാക്സിമം ഡ്രൈവ് നമ്മുടെ സ്ലോ ട്രാക്കിൽ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾസ്, ബസ്സസ് അങ്ങനെയുള്ള വാഹനങ്ങൾ, സ്ലോയിൽ പോകുന്ന വാഹനങ്ങൾ മാക്സിമം സ്ലോ ട്രാക്കിലൂടെ മാത്രം ഡ്രൈവ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. സ്പീഡിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഹൈവേയിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിലും നമ്മളുടെ റോഡിൻ്റെ കണ്ടീഷൻ, അതുപോലെ സിറ്റുവേഷൻ, ട്രാഫിക് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സ്പീഡ് എടുക്കാൻ. ഹൈവേ ആണെന്ന് കരുതി നമ്മൾ ബ്ലൈൻഡ്ലി സ്പീഡ് എടുത്ത് പോകാൻ പാടില്ല. അവിടുത്തെ ട്രാഫിക് സിറ്റുവേഷൻ നോക്കിയ ശേഷം മാത്രം ഹൈവേയിൽ സ്പീഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ട്രാഫിക് ഇല്ല, നമ്മളുടെ റോഡ് നല്ല ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സ്പീഡ് എടുത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്പീഡ് കുറയ്ക്കേണ്ടി വന്നാൽ മാക്സിമം സ്പീഡ് കുറച്ച് തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൈവേ ഡ്രൈവിംഗിലെ രണ്ടാമത്തെ സബ്ജക്റ്റാണ് ലൈൻ ചേഞ്ചിങ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു 2 ലൈനുണ്ട്, സ്പീഡ് ട്രാക്കും സ്ലോ ട്രാക്കും ഉണ്ടാവും. ഈ സ്പീഡ് ട്രാക്കിൽ നിന്ന് നമ്മൾ സ്ലോ ട്രാക്കിലേക്ക് മാറുമ്പോഴും അതുപോലെ തന്നെ സ്ലോ ട്രാക്കിൽ നിന്ന് സ്പീഡ് ട്രാക്കിലേക്ക് മാറുമ്പോഴും നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കറക്റ്റ് ലൈനിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം സ്പീഡ് ട്രാക്കിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ സ്ലോ ട്രാക്കിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഒരു ലൈൻ ചേഞ്ച് ചെയ്ത് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ കൺഫേം ചെയ്യുക, നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സ്ലോ ട്രാക്കിലേക്ക് മാറുകയാണെങ്കിൽ ഇപ്പോൾ സ്ലോ ട്രാക്കിലേക്ക് മാറേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് കൺഫേം ചെയ്ത ശേഷം മാത്രം ലൈൻ ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുക. നമ്മൾ മുമ്പേ വാഹനത്തിൻ്റെ സ്പീഡ് എത്രയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിച്ച ശേഷം മുൻകരുതലെടുത്ത ശേഷം മാത്രമേ ലൈൻ ചെയ്യാൻ പാടുള്ളൂ. ഹൈവേ ഡ്രൈവിങ്ങിലെ മൂന്നാമത്തെ പോയിന്റാണ് സേഫ് ഡിസ്റ്റൻസ്. അതായത് നമ്മളുടെ മുമ്പിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് നമ്മൾ എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ഹൈവേയിൽ മാത്രമല്ല, നമ്മൾ നോർമൽ റോഡിലും നമ്മൾ ആ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. എന്നാൽ ഹൈവേയിലെ വാഹനങ്ങൾ വളരെയധികം സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സേഫ് ഡിസ്റ്റൻസ് നമ്മൾ കമ്പൽസറി ആയിട്ട് കീപ്പ് ചെയ്തേ പറ്റുകയുള്ളൂ. നോർമലി 3 സെക്കൻഡ് റൂളാണ് ഇതിനെ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മുടെ മുമ്പിൽ പോകുന്ന വാഹനത്തിൽ നിന്ന് ഒരു 3 സെക്കൻഡ് ഗ്യാപ്പാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഈ 3 സെക്കൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ പോകുന്ന വാഹനം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുന്നതായിട്ട് നമ്മൾ വിചാരിക്കുക. ആ ഒബ്ജക്റ്റിലേക്ക് പുറകിൽ വരുന്ന നമ്മുടെ വാഹനം എത്താൻ എടുക്കുന്ന സമയം, ഇതിനെയാണ് നമ്മുടെ ആ 3 സെക്കൻഡ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാഹനം ആ ഒബ്ജക്റ്റിൽ എത്താൻ വേണ്ടി 3 സെക്കൻഡ് എടുക്കണം. മുമ്പ് പോകുന്ന വാഹനം ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ആ ഇലക്ട്രിക് പോസ്റ്റിനെ അടുത്തെത്താൻ വേണ്ടി 3 സെക്കൻഡ് എടുത്തിരിക്കണം. ഇതിനാണ് 3 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഹൈവേ ഡ്രൈവിംഗ് നമ്മളെപ്പോഴും 3 സെക്കൻഡിന് മുകളിൽ ടൈം സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു നൈറ്റ് ടൈം ആണെങ്കിൽ ഈ 3 സെക്കൻഡ് എന്നുള്ള ഒരു 5 സെക്കൻഡ് ആയിട്ടും, അതുപോലെ തന്നെ ഒരു വെറ്റ് റോഡ് അല്ലെങ്കിൽ ഒരു റെയിനുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ ഈ 3 സെക്കൻഡ് എന്നുള്ള ഒരു 6 സെക്കൻഡ് 7 സെക്കൻഡ് ഒക്കെ ആക്കി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതാണ് ഏറ്റവും അത്യുത്തമം. ഹൈവേ ഡ്രൈവിംഗിലെ അടുത്ത പോയിന്റാണ് ഓവർടേക്കിംഗ്. ഓവർടേക്കിംഗിൽ പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കറക്റ്റ് ജഡ്ജ്മെന്റ്, അതിൻ്റെ ടൈമിങ്. ഇതാണ് ഓവർടേക്കിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മളുടെ മുമ്പിൽ പോകുന്ന ഒരു വാഹനത്തിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ വാഹനം എത്ര ദൂരം മുമ്പിലാണ്, എത്ര സമയം കൊണ്ട് നമുക്ക് ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നമ്മൾ ചിന്തിച്ച് ഒരു ടൈമിംഗ് ഉണ്ടാക്കി എന്നിട്ടാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പ്ലാൻ ഫോർ ഓവർടേക്ക്. നമ്മൾ ഓവർടേക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ ഫസ്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഉറപ്പിക്കുക ഈ വാഹനത്തിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ മുമ്പിലുള്ള വാഹനത്തിൻ്റെ സ്പീഡ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റണം. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് ഗിയർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അടുത്തത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് കടക്കുക. അതായത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് റൈറ്റ് സൈഡിലെ ലൈനിലേക്ക് കടന്നിട്ട് വേണം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ.
നമ്മളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളുടെ സ്ലോട്ട് ട്രാക്കിലേക്ക് കടക്കുവാൻ ശ്രദ്ധിക്കുക. ആ കടക്കുന്ന സമയത്ത് നമ്മളുടെ ഏത് വാഹനത്തെയാണ് ഓവർടേക്ക് ചെയ്ത് ആ വാഹനവുമായി ഒരു പർട്ടിക്കുലർ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ പറഞ്ഞ ഒരു ഡബിൾ ലൈനുള്ള ഒരു റോഡിലാണ്. ചില ഹൈവേയിൽ നമുക്ക് കാണാൻ പറ്റും സിംഗിൾ ലൈൻ ആയിരിക്കും, ഒരു വാഹനം അങ്ങോട്ട് പോകും, അതുപോലെ തന്നെ അടുത്ത ലൈനിൽ കൂടെ നമുക്ക് സ്പീഡ് ട്രാക്ക് അല്ല, ആ ലൈനിൽ കൂടെ വാഹനം തിരിച്ച് ഇങ്ങോട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള ലൈനിൽ നമുക്ക് ഈ രീതിയിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. അത്തരം റോഡുകളിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന മുമ്പായിട്ട് തന്നെ ആ റോഡിൽ ഏതെങ്കിലും വാഹനം വരുന്നുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് ജഡ്ജ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും വാഹനം നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പ്ലാൻ ചെയ്ത ശേഷം മാത്രമേ ഹൈവേയിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാവൂ. ഹൈവേ ഡ്രൈവിംഗിലെ മറ്റൊരു പാർട്ടാണ് സിഗ്നൽസ്. നമ്മുടെ വാഹനം എന്താണ് ചെയ്യുന്നതെന്ന്, നമ്മുടെ വാഹനം അടുത്തായി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ മുമ്പിലുള്ള വാഹനങ്ങൾ അതുപോലെ പുറകിലുള്ള വാഹനങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മൂവ്മെന്റ് എന്താണെന്ന് മറ്റുള്ള വാഹനങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ലൈൻ ചേഞ്ച് ചെയ്യുകയാണ്, നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സ്ലോ ട്രാക്കിൽ നിന്ന് സ്പീഡ് ട്രാക്കിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ചേഞ്ച് ചെയ്തതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്കുള്ള സിഗ്നൽ ഓൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുകയാണ്. നമ്മളുടെ ഇൻഡിക്കേറ്റർ ഉപയോഗത്തെപ്പറ്റി മറ്റൊരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹമാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നത് ഒരിക്കലും നമ്മൾ ടേൺ ചെയ്യുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കാനല്ല, മറിച്ച് നമ്മൾ ടേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് നമ്മളെപ്പോൾ ടേൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് സൈഡ് വീക്ഷിച്ച് നമുക്ക് പോകാൻ പറ്റിയ അവസ്ഥയാണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടേൺ സിഗ്നൽ ക്യാൻസൽ ആക്കാവുന്നതാണ്. ഇനി ഹൈവേ ഡ്രൈവിംഗിൽ അടുത്ത പോയിന്റാണ് മിറേഴ്സ്. നമുക്ക് മിറേഴ്സിനെ സാധാരണയായി പറയുന്നത് നമ്മളുടെ ഒരു എക്സ്ട്രാ ഐസ് എന്നാണ് പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും രണ്ട് സൈഡിലെ മിറർ കറക്റ്റായിട്ട് നോക്കിയ ശേഷം മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഹൈവേ ഡ്രൈവിംഗിൽ സ്ലോ ട്രാക്കിൽ നിന്ന് സ്പീഡ് ട്രാക്കിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ നോക്കി ഒരു വാഹനവും നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം, അതുപോലെ തന്നെ നമ്മുടെ സെൻറ്ററിലെ റിയർ വ്യൂ മിറർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറകിലെ വാഹനങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഹൈവേയിൽ സ്പീഡ് ട്രാക്കിലേക്ക് ചേഞ്ച് ചെയ്യാവും. നമ്മൾ സ്ലോ ട്രാക്കിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുക. ആ മിറർ നോക്കിയിട്ട് ബാക്കിൽ നിന്ന് വാഹനങ്ങളൊന്നും കയറി വരുന്നില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം, ആ ലൈനിൽ വാഹനങ്ങളൊന്നുമില്ല ഉറപ്പാക്കിയ ശേഷം മാത്രം നമ്മൾ സ്ലോ ട്രാക്കിലേക്ക് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൈവേ ഡ്രൈവിംഗിൽ മിററിനെ പറ്റി പറയുമ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മുടെ വാഹനത്തിന് സൈഡിലുള്ള ചില സ്പോട്ടിൽ നമ്മൾക്ക് മിററിൽ ആ വാഹനങ്ങളെ കാണാൻ സാധിക്കില്ല. അത്തരം സ്പോട്ടുകളാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. സാധാരണയായി നമ്മുടെ മാർക്കറ്റിൽ ഒരു ചെറിയ മിറേഴ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ച് ഈ മിററിൽ ഫിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഹൈവേ ഡ്രൈവിങ്ങിലൊക്കെ പോകുമ്പോൾ അത്തരം ചെറിയ മിറേഴ്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് പോകുന്നത് നമ്മുടെ യാത്രയ്ക്ക് വളരെ സൗകര്യമായിരിക്കും. ഹൈവേ ഡ്രൈവിംഗിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റോപ്പുകൾ. നമുക്കറിയാൻ പറ്റും ഹൈവേ ഡ്രൈവിംഗിൽ നമ്മൾ സാധാരണ ഈ ലോങ് ഡ്രൈവാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് പെട്ടെന്ന് ക്ഷീണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ക്ഷീണിക്കുമ്പോൾ നമ്മൾ അതേ രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരു ക്ഷീണവും അതുപോലെ തന്നെ ഉറക്കം വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണയായി ഇത്തരം ഒരവസ്ഥയെ വിളിക്കുന്നത് ഹൈവേ ഹിപ്നോസിസ് എന്നാണ് പറയുന്നത്. ഒരേ കണ്ടീഷനിൽ നമ്മൾ ഒരേ സ്പീഡിൽ അല്ലെ ഒരേ ടെമ്പറേച്ചറിൽ നമ്മളിങ്ങനെ കുറേ അധികം നേരെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പതുക്കെ നമുക്ക് ഉറക്കം വരുന്ന ഒരവസ്ഥയിലേക്ക് വരും, ഒരു മയങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇതിനാണ് ഹൈവേ ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഇതിന് സാധാരണയായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇതിന് ഈ പോകുന്ന കണ്ടീഷൻസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഗ്ലാസ് തുറന്ന് ഫ്രഷ് എയർ അകത്തേക്ക് വരാൻ സഹായിക്കുക. അതുപോലെ തന്നെ സ്പീഡ് കുറയ്ക്കുക, ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഇടയ്ക്ക് അല്പം വെള്ളം കുടിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഈ യാത്ര ചെയ്യുന്ന സ്ഥിരമായിട്ടുള്ള കണ്ടീഷൻ അതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നത് ഹൈവേ ഹിപ്നോസിസിനെ അവോയ്ഡ് ചെയ്യാൻ നമ്മളെ വളരെയധികം സഹായിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ക്ഷീണം തോന്നുകയാണ്, നല്ലപോലെ ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും വാഹനം നമ്മൾ ഏതെങ്കിലും സൈഡിൽ നിർത്തിയിട്ട ശേഷം കുറച്ചു നേരം ഒരു അരമണിക്കൂറെങ്കിലും ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ ശേഷം യാത്ര തുടരുന്നതാണ് ഹൈവേ ഡ്രൈവിംഗിൽ ഏറ്റവും അത്യുത്തമം. അതുപോലെ തന്നെ ഹൈവേ ഡ്രൈവിംഗിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫ്യൂവൽ ലെവൽ. ഫ്യൂവൽ ലെവൽ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം, നമ്മൾ ഹൈവേയിൽ ഒരുപക്ഷെ വളരെ ദൂരം ശേഷമായിരിക്കാം ഒരു പെട്രോൾ പമ്പ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ എപ്പോഴും ഫില്ല് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഹൈവേ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെറ്റ് റോഡ് അല്ലെങ്കിൽ മഴയത്തുള്ള യാത്ര. ഇത്തരം സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുന്നത് വളരെ സ്പീഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ വെറ്റ് റോഡിൽ ഒരുപക്ഷെ നമ്മുടെ വാഹനം സ്കിഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല വെള്ളം ഉള്ള സ്ഥലത്തൂടെ നമ്മൾ വളരെ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഹൈഡ്രോപ്ലെയിനിങ്ങിന് ചാൻസ് ഉണ്ട്, അങ്ങനെ വാഹനം സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറ്റ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. എപ്പോഴും ഓയിലും വെള്ളവും ചേർന്നുള്ള മിക്സ് നമ്മളുടെ റോഡിനെ വളരെയധികം അപകടകാരിയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെറ്റ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം കോഷ്യസ് ആകാൻ ശ്രദ്ധിക്കും. ഇനി ഹൈവേയിൽ ലോങ് ഡ്രൈവ് പോകുന്നവർക്ക് അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ് നൈറ്റ് ഡ്രൈവിംഗ്. ഈ നൈറ്റ് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ വിസിബിലിറ്റി. നമ്മൾ കറക്റ്റായ വിസിബിലിറ്റി ഉറപ്പാക്കിയ ശേഷം മാത്രം നൈറ്റ് ഡ്രൈവിങ്ങിന് തുടങ്ങാൻ ശ്രദ്ധിക്കുക. നൈറ്റ് ഡ്രൈവിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ
ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ വിസിബിലിറ്റിയെ കൂട്ടാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ബൾബുകളാണ് ചെക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെയാണ് ഹെഡ്ലൈറ്റിന്റെ യൂസേജ്. ഹൈവേ ഡ്രൈവിംഗിൽ ഒരിക്കലും ആവശ്യമില്ല ബ്രൈറ്റ് ഇട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പാടുള്ളതല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബ്രൈറ്റ് യൂസ് ചെയ്യുക. അല്ലാത്ത സമയങ്ങളിൽ ഡിമ്മിൽ തന്നെ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് മറ്റുള്ള സേഫ്റ്റിക്ക് മാത്രമല്ല, നമ്മളുടെ കാറിന്റെ സേഫ്റ്റിക്കും ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ഒരുപക്ഷെ നിർഭാഗ്യവശാൽ ഹൈവേ ഡ്രൈവിംഗിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ബ്രേക്ക് ഡൗൺസ്. ഇങ്ങനെ വാഹനം ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പാനിക്കാവാതെ അപ്പോൾ തന്നെ നമ്മുടെ വാഹനം ഹൈവേയിൽ നിന്നും മെയിൻ റോഡിൽ നിന്നും മാറ്റി ഈ റോഡിൻ്റെ സൈഡിൽ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല സേഫായ സ്ഥലം നോക്കി നമ്മൾ വാഹനം പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യുക. പിന്നെ നമ്മുടെ വാഹനത്തോടൊപ്പം നമുക്ക് സേഫ്റ്റി കിറ്റിലൊരു ട്രയാങ്കിൾ കിട്ടുന്നതാണ്. ഈ ട്രയാങ്കിൾ നമ്മൾ എപ്പോഴും വാഹനത്തിൻ്റെ ഒരു 15 അടി മുമ്പിലും പുറകിലുമായിട്ട് നമ്മളിത് വെക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം വരുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ ഈ വാഹനം പാർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇത് വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ്. പറ്റുമെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയറിലെ ലൈറ്റ്, ചെറിയ ലൈറ്റ് ഉണ്ടാവും, ഇൻറ്റീരിയറിലുള്ള ലൈറ്റ്, ഈ ലൈറ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ രാത്രിയിൽ പുറകിൽ നിന്ന് വാഹനങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ വാഹനത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു റോഡ് സൈഡ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തുവാൻ അഭ്യർത്ഥിക്കുക. ഇതുപോലുള്ള ബ്രേക്ക് ഡൗൺ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് കാറ് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഹൈവേ ഡ്രൈവിങ്ങിന് പോകുന്ന ആൾക്കാർ അവരുടെ കാറ് യാത്രയ്ക്ക് മുമ്പായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഒരു ഹൈവേ ഡ്രൈവിംഗ് ലോങ് ഡ്രൈവിന് പോകാൻ ശ്രദ്ധിക്കുക. ഹൈവേ ഡ്രൈവിംഗിൽ ആവശ്യമുള്ള 10 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതലായി എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ളവർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേയും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.